നമസ്കാരം. സിനിമയിലെ പ്രകാശപൂർണമായ ജീവിതത്തിനപ്പുറം സ്വകാര്യ ജീവിതത്തിൽ താൻ നേരിട്ട കടുത്ത മാനസിക ശാരീരിക പീഡനങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞ് പ്രശസ്ത നടി അനുപമ പരമേശ്വരൻ. കഴിഞ്ഞ 2 വർഷമായി താൻ ഒരു നാർസിസിസ്റ്റിക് ബന്ധത്തിന്റെ ഇരയായിരുന്നുവെന്നും അതിൽ നിന്ന് പുറത്തു കടക്കാൻ ഏറെ പ്രയാസപ്പെട്ടുവെന്നും താരം വെളിപ്പെടുത്തി. ഐ ആം വിത്ത് ധന്യ വർമ്മ എന്ന ടോക്ക് ഷോയിലാണ് സിനിമാ ലോകത്തെയും ആരാധകരെയും ഒരുപോലെ ഞെട്ടിച്ച വെളിപ്പെടുത്തലുകൾ അനുപമ നടത്തിയത്. താൻ പ്രണയിച്ച വ്യക്തിയിൽ കണ്ട ഭയാനകമായ സ്വഭാവ വ്യതിയാനങ്ങളെക്കുറിച്ച് അനുപമ തുറന്നു പറഞ്ഞു. വിക്രം നായകനായ അന്യൻ എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിന് സമാനമായ പെരുമാറ്റമായിരുന്നു അയാളുടേത്. ഒരു ദിവസം അളവറ്റ സ്നേഹവും കരുതലുമുള്ള റെമോയെ പോലെ പെരുമാറും. എന്നാൽ പിറ്റേ ദിവസം തികച്ചും ക്രൂരനായ അന്യനായി മാറും. അതിനുശേഷമുള്ള ദിവസം താൻ ചെയ്ത തെറ്റുകൾക്ക് കരഞ്ഞ് മാപ്പു ചോദിക്കുകയും ചെയ്യും. ഈ അനിശ്ചിതത്വവും കടുത്ത വൈകാരിക സമ്മർദ്ദവും തന്റെ ആത്മവിശ്വാസത്തെയും സ്വത്വത്തെയും പൂർണ്ണമായി തകർത്തു കളഞ്ഞു എന്ന് നടി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. പ്രണയബന്ധത്തിലായിരുന്ന ഘട്ടത്തിൽ പങ്കാളി തനിക്കുമേൽ കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയത്. ഇതിന്റെ ഭാഗമായി നല്ല പല സിനിമാ ഓഫറുകളും തനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. അടുത്തിടെ തമിഴിൽ സൂപ്പർ ഹിറ്റായ ഡ്രാഗൺ എന്ന ചിത്രത്തിന്റെ പ്രമോഷൻ പരിപാടികളിൽ നിന്നും പൊതുപരിപാടികളിൽ നിന്നും താൻ മാറി നിന്നതിന് കാരണം ഈ വ്യക്തിയുടെ കടുത്ത സമ്മർദ്ദം മൂലമായിരുന്നുവെന്ന് അനുപമ വെളിപ്പെടുത്തി. ബന്ധം തുടങ്ങി 3 മാസത്തിനുള്ളിൽ തന്നെ വിവാഹ നിശ്ചയത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ഇയാൾ ശ്രമിച്ചിരുന്നുവെങ്കിലും അപകടം തിരിച്ചറിഞ്ഞ് താൻ അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു. താൻ അനുഭവിക്കുന്നത് ഒരു പങ്കാളിയിൽ നിന്നുള്ള അതിക്രമമാണ് എന്ന് തുടക്കത്തിൽ തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ നടി മഡോണ സെബാസ്റ്റ്യൻ നാർസിസിസ്റ്റിക് അബ്യൂസിനെ കുറിച്ച് പങ്കുവച്ച ഒരു ഇൻസ്റ്റാഗ്രാം റീൽ കണ്ടപ്പോഴാണ് താൻ കടന്നുപോകുന്ന മാനസിക അവസ്ഥയെക്കുറിച്ച് വ്യക്തത കിട്ടിയത്. ആ വീഡിയോ കണ്ട മാത്രയിൽ ഭയം കൊണ്ട് തന്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങിയെന്നും ആ നിമിഷമാണ് ഈ വിഷലിപ്തമായ ബന്ധത്തിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കണമെന്ന് ഉറപ്പിച്ചതെന്നും താരം പറയുകയും ചെയ്തു. അയാളോട് സംസാരിക്കേണ്ട കാര്യങ്ങൾ മനസ്സിൽ റിഹേഴ്സൽ ചെയ്യേണ്ടി വന്നു. ഇക്കാര്യം പറഞ്ഞാൽ എന്താകും മറുപടിയെന്ന് മുൻകൂട്ടി ആലോചിക്കേണ്ടി വന്നു. ഇതിനിടയിൽ അയാൾ എൻ്റെ കുടുംബത്തോടൊപ്പവും ഞാൻ അയാളുടെ കുടുംബത്തോടൊപ്പവും താമസിക്കാൻ ഉൾപ്പെടെ തുടങ്ങിയിരുന്നു. ഒന്നിച്ച് ജീവിക്കാൻ പോകുന്നത് ഇയാൾക്കൊപ്പമാണ് എന്ന് തീരുമാനിക്കുമ്പോഴേക്ക് അയാളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നിട്ടുണ്ടാകും. നിയന്ത്രണങ്ങൾ നേരിട്ടാവും, നടി വെളിപ്പെടുത്തി. എന്തായാലും അനുപമയും വിക്രത്തിന്റെ മകനായ ധ്രുവ് വിക്രവും പ്രണയത്തിലാണെന്ന് അഭ്യൂഹമുണ്ടായിരുന്നു. എന്നാൽ ഇത് സ്ഥിരീകരിക്കാൻ ഇരുവരും തയ്യാറായിരുന്നില്ല. ഇവർ ഒന്നിച്ചുള്ള ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. ഇതിനെല്ലാം പിന്നാലെയാണ് താൻ പ്രണയ തകർച്ചയിലൂടെ കടന്നു പോവുകയാണെന്ന് നടി അഭിമുഖത്തിൽ തുറന്നു പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ നിന്നും കുറച്ചുകാലം വിട്ടുനിന്ന ശേഷമാണ് അനുപമ ഇപ്പോൾ വീണ്ടും സജീവമാകുന്നത്. ജീവിതത്തിൽ താൻ അനുഭവിച്ച കൈപ്പേറിയ പാഠങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നത് സമാനമായ സാഹചര്യങ്ങളിൽപ്പെട്ട് നരകിക്കുന്ന മറ്റു പെൺകുട്ടികൾക്ക് അത് തിരിച്ചറിയാനും സ്വതന്ത്രരാകാനും പ്രചോദനമാകട്ടെ എന്ന കരുതലോടെയാണെന്നും അനുപമ കൂട്ടിച്ചേർത്തു.